അസ്സലായി അലക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വോക്കിസം അഥവാ ഉണർവിസം, നമ്മുടെ വോക്സ്റ്റേഴ്സ് അഥവാ ഉണർവോളികൾ എന്താണ്, ആരാണ് എന്നാണുള്ളത്. വോക്കിസം അഥവാ ഉണർവിസം, അതായത് ഈ വോക്കിസ്റ്റുകളായിട്ടുള്ള, അതായത് ഇനി വോക്കിസം മുന്നോട്ട് വെക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ പറയാറുള്ളത് വോക്കിസ്റ്റ് അല്ലെങ്കിൽ വോക്സ്റ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. WOKESTER വോക്സ്റ്റേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരാരാണ്, ഇവരെന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അയാൻ ഹിർസി അലി എന്ന് പറയുന്ന പണ്ടത്തെ കുറച്ച് മുന്നത്തെ നെതർലാൻഡ്സിലൊരു പാർലമെൻറ്റേറിയൻ ആയിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു സൊമാലിയക്കാരിയായിരുന്നു. ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിക്കുകയും ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് സ്ത്രീകളുടെ വെജിനൻ്റെ ഉള്ളിലുള്ള വൾവ എന്ന് പറയുന്ന സാധനം മുറിച്ചിട്ടുള്ള ഒരു പരിപാടി. പല രീതിയിലുണ്ട്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഏറ്റവും കൂടുതലായിട്ടുള്ളത് വൾവ മുറിച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഏത് രീതിയിലാണോ പുരുഷൻ്റെ സർക്കംസിഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിലും പ്രോമിനൻ്റ് ആയിട്ട് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്ന, ഇസ്ലാമിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നൊരു സംഭവമാണ്. അത് ഇന്നും സൊമാലിയ പോലുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൊമാലിയ, സുഡാൻ അങ്ങനെ നടത്തുകയും ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ടീനേജ് പ്രായത്തിൽ തന്നെ 13-14 വയസ്സിൽ തന്നെ കല്യാണം കഴിപ്പിക്കുകയും, 12 ആണോ എന്ന് എനിക്കറിയില്ല, ആ സമയത്ത് കൗമാരപ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുകയും എന്നിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടൊരു സ്ത്രീയായിരുന്നു അയാൻ ഹിർസി അലി. പുള്ളിക്കാരിയെ ആ സമയത്ത് കല്യാണം കഴിപ്പിച്ച് ഭർത്താവിന് അപ്പം തന്നെ വേറെയും ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ കാനഡയിൽ പോവുകയും കാനഡയിലോട്ട് എന്നിട്ട് ഭാര്യമാരെ കൊണ്ടുവരാൻ വേണ്ടി അതിലൊരാളായിരുന്നു നമ്മുടെ അയാൻ ഹിർസി അലി. അങ്ങനെ കാനഡയിലോട്ട് ഈ പുള്ളിക്കാരി കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് നെതർലൻഡ്സിൽ വെച്ച് പുള്ളിക്കാരി ആ ഒരു സംഘത്തിൽ നിന്ന് ഓടി മറയുകയും അവിടുത്തെ റെഫ്യൂജി ക്യാമ്പിലോട്ട് പോയിട്ട് എനിക്ക് സംരക്ഷണം നൽകണം, എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞ് പറയുകയും അങ്ങനെ റെഫ്യൂജി ആയിട്ട് നെതർലൻഡ്സിൽ എത്തിപ്പെട്ട ആളായിരുന്നു അയാൻ ഹിർസി അലി. പിന്നീട് അവർ അമേരിക്കയിലോട്ട് ചേക്കേറി. എന്നിട്ട് ഇപ്പോൾ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ടോളറൻസ് ഓഫ് ഇൻടോളറൻസ് ഈസ് കെവഡൈസ്. അതായത് ഒരു രീതിയിലും ബാക്കിയുള്ള കാര്യങ്ങളെ, ബാക്കിയുള്ള ചിന്താഗതികളെ, കാഴ്ചപ്പാടുകളെ ടോളറേറ്റ് ചെയ്യാത്ത ആൾക്കാർ, അംഗീകരിക്കാത്ത, അവരെ ഒരു രീതിയിലും വെച്ച് പൊറുപ്പിക്കാത്ത ആൾക്കാർ അംഗീകരിക്കുന്നത് അത് ഭീരുത്വമാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവരാരെ പറ്റിയത് പറഞ്ഞിട്ടുള്ളത്? ഇവരിത് പറഞ്ഞിട്ടുള്ളത് വോക്കിസ്റ്റുകളെ പറ്റിയിട്ടാണ്, വോക്സ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്, വോക്കിസം എന്നുള്ള സാധനത്തിനെ പറ്റിയിട്ടാണ് അവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി അയാൻ ഹിർസി അലി പ്രധാനമായിട്ട് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് സ്ത്രീകളുടെ ഈ സർക്കംസിഷൻ പരിപാടികൾ, സ്ത്രീകളുടെ സർക്കംസിഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. അതുപോലെ ഫോഴ്സ്ഡ് മാരേജ്, ടീനേജ് മാരേജ്, ചൈൽഡ് മാരേജ്, അതായത് മുസ്ലിം സമുദായങ്ങളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന കുട്ടികളെ വെച്ചിട്ടുള്ള കല്യാണം കഴിപ്പിക്കൽ, അതേമാതിരി അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോൾ ഹോണർ കില്ലിംഗ് പോലത്തെ പരിപാടികൾ ചെയ്യുന്നതിൻ്റെ എതിരെയുള്ള സംസാരിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ എങ്ങനെയാണ് വോക്കിസം ഒരു വൈറസാണെന്ന് പറയുന്നൊരവസ്ഥയിലോട്ട് എത്തിപ്പെട്ടത്? അവരെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ എതിർത്ത് പറഞ്ഞിരുന്ന ഒരാൾ വോക്കിസം, ഉണർവോളികളും പ്രശ്നകരമാണ് എന്ന രീതിയിൽ അവരെങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആ ഒരു തിരിച്ചറിവിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അവർ പറഞ്ഞു വെക്കുന്നത് ഈ വോക്കിസം, ഈ വോക്ക് വൈറസ്, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് വോക്കിസം? വോക്കിസം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. നമ്മുടെ സമുദായത്തിൽ കാലങ്ങളായിട്ട്
ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നൊന്നലെ ഉണ്ടായി വന്നിട്ടുള്ളതല്ല. യു എസിൽ സ്ലേവറി പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്ലേവറി പിന്നെ എബ്രഹാം ലിങ്കൺ വന്നതിന് ശേഷം നിരോധിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ബ്ലാക്സിന് ഒരു ഐഡൻറ്റിറ്റി വരികയും ചെയ്തതിന് ശേഷം അവരുടെ ഇടയിൽ തന്നെ, അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾ ഉണർന്നിരിക്കണം. ഏത് രീതിയിലുള്ള വൈറ്റ്സിൻ്റെ ഒപ്രസീവായിട്ടുള്ള വൈറ്റ്സിൻ്റെ, വെളുപ്പന്മാരുടെ വൈറ്റ്സിൻ്റെ പിന്നെ അടിച്ചമർത്തലിൽ ഏത് രീതിയിലും വരാം, അതിന് നിങ്ങൾ ഉണർന്നിരിക്കണം എന്നുള്ള ആ ഒരു ടേം എന്നാണ്, യു ഷുഡ് ബി വോക്ക് എന്നുള്ള ആ ഒരു ടേം എന്നാണ് പിൽക്കാലത്ത് വോക്കിസും വോക്സ്റ്റേഴ്സൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഉണർന്നിരിവ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് ഈ അടിമത്തം എന്നുള്ളത് എക്സ്പ്ലിസിറ്റ്ലിയും ഇംപ്ലിസിറ്റ്ലിയും, അതായത് പുറത്തും അകത്തുമായിട്ട് നടക്കാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ കരുതിയിരിക്കണം. ആ രീതിയിൽ വരുന്ന അഗ്രഷൻസ്, ആ രീതിയിൽ വരുന്ന പിന്നെ അടിച്ചമർത്തലുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ കണ്ടെത്തണം, അതിനുവേണ്ടി പോരാടണം, അതിനെതിരെ പോരാടണം എന്ന് പറഞ്ഞിരുന്ന ഒരു ബ്ലാക്ക് അമേരിക്കൻ മൂവ്മെൻറ്റ്, ആഫ്രിക്കൻ അമേരിക്കൻ മൂവ്മെൻ്റ് ആയിരുന്നു ശരിക്കും വോക്ക് എന്ന് പറയുന്നത്. ഉണർന്നിരിക്കണം എന്നുള്ളത് തന്നെയാണ് അത് പറഞ്ഞിരുന്നത്, വി ഷുഡ് ബി വോക്ക്. പിന്നീട് അത് സ്ത്രീകളെ ഏറ്റെടുക്കുകയും ഫെമിനിസം അത് സ്ത്രീകൾക്ക് പിന്നെ തുല്യാവകാശം, പുരുഷനുമായിട്ടുള്ള തുല്യാവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളത് ഫെമിനിസം എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് വെച്ചപ്പോൾ ഈ ഒരു ബ്ലാക്സിൻ്റെ ഈ ഒരു വോക്ക് ഒരു സംഭവത്തിലോട്ട് അത് അലിഞ്ഞു ചേരുകയാണ്. ഫെമിനിസവും വോക്കിസവും കൂടി ആ ഒരു രീതിയിലോട്ട് അവർ ഒത്തൊരുമിക്കുകയാണ്. പിന്നെ അപ്പോഴൊന്നും വോക്കിസ് അത്ര പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിലോട്ട് ഇൻ്റർസെക്ഷണൽ ഫെമിനിസം, അതായത് സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളല്ലാതെ വന്നിട്ടുള്ള ലെസ്ബിയൻസും ഗേസൊക്കെ അവരെ ഇതിൽ പെടുത്തേണ്ട, അവർ പിന്നെ ജെൻഡർ ഓറിയൻറ്റേഷൻ അല്ല, അവർ സെക്സ്വൽ ഓറിയൻറ്റേഷനാണ്. ജെൻഡർ ഐഡൻറ്റിറ്റി, അതായത് ട്രാൻസ് ആയിട്ടുള്ള ട്രാൻസ് മെന്നിനെയും ട്രാൻസ് വുമണിനെയും, പിന്നെ അതായത് പുരുഷനായി ജനിച്ച് സ്ത്രീയായിട്ട് സ്ത്രീൻ്റെ തലച്ചോറിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ത്രീൻ്റെ മനസ്സുമുള്ള, സ്ത്രീൻ്റെ മൈൻഡുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ പുരുഷനായി ജനിച്ച് സ്ത്രീൻ്റെ മനസ്സ്, സ്ത്രീയായിട്ട് ജനിച്ച് പുരുഷൻ്റെ മനസ്സുള്ള ട്രാൻസ്ജെൻഡർ ആ ഒരു ഗ്രൂപ്പ്. അതേപോലെ തന്നെ അസെക്സ്വൽ, ഒരു രീതിയിലും സെക്സ്വൽ ആയിട്ടുള്ള കാമം ഒരു രീതിയിലും ഇല്ലാത്ത ആൾക്കാർ. ഇൻ്റർസെക്സ്, അതായത് ആണും പെണ്ണും കൂടിയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ പിന്നെ ലെസ്ബിയൻസും ഗേസും, അതായത് പുരുഷനോട് കാമം തോന്നുന്ന ആൾക്കാർ, സ്ത്രീനോട് കാമം തോന്നുന്ന ആൾക്കാർ. ഇവരൊക്കെ പിന്നീട് ഈ ഇൻ്റർസെക്ഷണൽ ഫെമിനിസം, അതായത് ഇവർക്കൊക്കെ തുല്യാവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഫെമിനിസത്തിൻ്റെ ഭാഗമാവുകയും അങ്ങനെ ഫെമിനിസം എന്നുള്ളത് ഒരു വൈഡ് സ്പെക്ട്രമായിട്ട്, അതൊരു സ്ത്രീകൾക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട സംഭവമല്ല, ഈക്വൽ റൈറ്റ്സ് എല്ലാവർക്കും ഒതുങ്ങി നിൽക്കേണ്ടതാണ് എന്നുള്ള രീതിയിലോട്ട് ഇൻ്റർസെക്ഷണൽ ഫെമിനിസം എന്നുള്ള രീതിയിലോട്ട് അത് പറഞ്ഞു വെക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ഇങ്ങനെ ഇൻ്റർസെക്ഷണൽ ഫെമിനിസം ഉണ്ടായി വന്നപ്പോൾ പതുക്കെ ഈ ഒരു നെറേറ്റീവ് അത് ബ്ലർഡ് ആവാൻ തുടങ്ങി. ഈ ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ഈ അഗ്രഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, കരുതിയിരിക്കണം, അഗ്രഷൻസ് ഏത് രീതിയിൽ ഉണ്ടാവാം, അത് നമ്മൾ മനസ്സിലാക്കണം, സമുദായത്തിലുണ്ടാവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അടിച്ചമർത്തലുകൾ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലാക്കി വെക്കുന്ന ആ സമയത്ത് പിന്നീട് ഇത് കുറച്ച് പ്രശ്നകരമാണ്. കുറച്ചൊരു ഇതിലോട്ട് ഹൈപ്പർ ലിബറലിസം കയറി വരികയാണ്. അതായത് ഹൈപ്പർ ലിബറലിസം എന്ന് പറഞ്ഞാൽ, ലിബറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, ലിബർട്ടിയിൽ നിന്നാണ് ലിബറലിസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഹൈപ്പർ ലെവലിലോട്ട് പോകുന്ന ഒരവസ്ഥ. അതായത് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം, എന്ത് എക്സ്ട്രാവഗൻസ് കാണിച്ചു കഴിഞ്ഞാലും, അതായത് സപ്പോസ് ഏത് രീതിയിലുള്ള ഷോ ഓഫ് കാണിച്ചു കഴിഞ്ഞാലും, ഏത് രീതിയിലുള്ള എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള ഒസ്റ്റൻറ്റേഷ്യസ് ആയിട്ടുള്ള, അതായത് ഏത് രീതിയിലുള്ള എക്സ്പ്രഷന് കാണിച്ചു കഴിഞ്ഞാലും അത് അവരുടെ റൈറ്റ്സാണ്, അവരുടെ അവകാശമാണ്, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ വഴിയിലൂടെ ഒരാൾ തുണിയില്ലാണ്ട് നടക്കുകയാണ്.
ഫ്ലാഷിങ് എന്ന് പറയും പിന്നെ ഇംഗ്ലീഷിൽ. അങ്ങനെ നടക്കുന്നവർക്കൊരു ടേം ഉണ്ട്, ഞാനത് മറന്നുപോയി, അത് നോക്കാം. അപ്പോൾ ഒരു ഫ്ലാഷ് ചെയ്യാന്ന് പറയും. അതായത് ഒരാൾക്ക് മുന്നിൽ വേറൊരാൾ, അതായത് ഒരു സ്ത്രീൻ്റെ മുന്നിൽ ഒരു പുരുഷൻ അയാളുടെ നഗ്നമായിട്ടുള്ള ശരീരം കാണിക്കുക. അപ്പോൾ ഇത് ആ സ്ത്രീക്ക് ഇഷ്ടമില്ല. നമ്മളൊരു സൊസൈറ്റിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് കുറച്ച് മര്യാദകളും ഒരു ബേസിക് ഡെക്കറം കീപ്പ് ചെയ്യാറുണ്ട്. ഒരു ബേസിക് മര്യാദകൾ, ഒരു അടിസ്ഥാനപരമായ മര്യാദകൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് എതിരെ നിൽക്കുന്ന ഒരു സംഭവങ്ങളാണ് ഈ ഫ്ലാഷിംഗ് ഒക്കെ. അതുകൊണ്ടാണ് അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഫ്ലാഷിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കലി ഇയാളെ അസോൾട്ട് ചെയ്യുന്നില്ല, മറിച്ച് അയാളെ മെൻ്റലി ടോർച്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഫിസിക്കൽ അസോൾട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ ഫ്ലാഷ് ചെയ്യുന്നത് അയാളുടെ റൈറ്റാണെന്ന് പറയുമ്പോൾ വരുന്ന ആ ഒരു പ്രശ്നം, ഇത് ഹൈപ്പർ ലിബറലിസത്തിനുണ്ട്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ ഒരാൾ റോട്ടിൽ കൂടി തുണി ഇല്ലാണ്ട് ഓടുക. ഒരു ജനങ്ങൾ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ തുണി ഇല്ലാണ്ട് അതിൻ്റെ നടുകൂടി ഓടുക. ആൾക്കാർക്കൊക്കെ എന്തൊരു മനപ്രയാസം ഉണ്ടാവും അതിലും. അപ്പോൾ നമ്മൾ വന്നിട്ട് പറയുകയാണ്, അത് അയാളുടെ അവകാശമല്ലേ അയാളങ്ങനെ ഓടുന്നത്, അയാൾ നിങ്ങളെ ഫിസിക്കലി ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഫിസിക്കലി ഉപദ്രവമല്ല ഇവിടെ നടക്കുന്നത്, ഇമോഷണൽ ഉപദ്രവമാണ്, ഇമോഷണൽ അറ്റാക്കാണ് അയാൾ ചെയ്യുന്നത്. അയാൾ എന്തിനാണ് ചെയ്യുന്നത്? അയാൾക്ക് അതിലെന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്? അയാളുടെ മനസ്സുഖത്തിന് വേണ്ടിയിട്ട്, അയാൾക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥയെ ടോർച്ചർ ചെയ്യുക, ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥയെ തകർക്കുക. അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അയാൾ ചിന്തിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള റീസൺസിനാണ്. എന്നിട്ട് അയാൾ ചെയ്യുന്ന ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള ഓസ്റ്റൻറ്റേഷ്യസ് ഉള്ള ആ ഒരു ആക്ടിന് അയാളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ. ഇതിൽ ആ ഒരു സപ്പോർട്ടിനെ നമുക്ക് എന്നിട്ട് ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ് പേഴ്സണൽ ഫ്രീഡം, ഇറ്റ്സ് അബൌട്ട് ലിവിങ് ഇൻ എ സൊസൈറ്റി വിത്ത് ഡെക്കറം എന്ന് നമ്മൾ പറയുമ്പോൾ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ, അത് ഇറ്റ് ഷുഡ് ബി സംതിങ് ദാറ്റ് ഷുഡ് നോട്ട് ഒഫൻഡ് അതേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് യു ആർ ടോക്കിംഗ് അഗെയിൻസ്റ്റ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുക. നമ്മൾ മനുഷ്യാവകാശം എവിടെ വരുന്നത്? ഇവിടെ അയാൾ ഡെക്കറം കീപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡെക്കറം കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പേഴ്സണൽ ഫ്രീഡത്തിനെതിരെ പറയുകയാണ്, നമ്മൾ ലിബേർട്ടിക്കെതിരെ പറയുകയാണ്, നമ്മൾ സ്വാതന്ത്ര്യത്തിനെതിരെ പറയുകയാണ് എന്ന് പറഞ്ഞു വെക്കുക. എന്നിട്ട് നമ്മൾ ചോദ്യം ചെയ്യും, എന്നിട്ട് അതങ്ങനെയല്ല, അത് ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഡെക്കറം കീപ്പ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ കൾച്ചർ അത് വോക്കിസത്തിൻ്റെ ഒരു ഭാഗമാണ്. വോക്കിസത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ അത് ഇസ്ലാമായിട്ട് നിങ്ങൾ ലിങ്ക് ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത്. വോക്കിസത്തിൻ്റെ റീസൺസ്, വോക്കിസം എങ്ങനെ ഉണ്ടായി വരുന്നു, വോക്കിസത്തിൻ്റെ വേറെ കുറച്ച് പാരഡൈംസ്, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിലോട്ടും വോക്കിസത്തിനായിട്ടുള്ള ബന്ധം വോക്കിസം എന്താണെന്ന് ചെറിയ തോതിൽ പറഞ്ഞിട്ട് വെക്കാം. അപ്പോൾ ഇതാണ്. എന്നിട്ട് നമ്മൾ നമ്മൾ അതിനെ പറയുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ കൾച്ചർ. അതായത് പിന്നീട് അവർ ഫത്വ ഇറക്കുകയാണ്. മൊല്ലകൾ എങ്ങനെ ഫത്വ ഇറക്കുന്നത് പോലെ തന്നെ അവർ ഫത്വ ഇറക്കുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഇയാളുടെ വർത്തമാനങ്ങൾ കേൾക്കരുത്, ഇയാളുടെ സംസാരങ്ങൾ നിങ്ങൾ ശ്രവിക്കരുത്, അയാളൊരു റൈറ്റാണ്, അയാളൊരു ട്രംസ്റ്ററാണ്, അയാളൊരു റേസിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു സ്റ്റീരിയോടൈപ്പ് ചെയ്ത് വെക്കുകയും നമ്മൾ പറയുന്ന വാക്കുകളെ ശ്രവിക്കാതെ നമ്മളെ ഒരു രീതിയിലുള്ള വിമർശനത്തിനെയും താങ്ങാതെ എല്ലാത്തിനെയും അംഗീകരിച്ചു എടുക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് ഹൈപ്പർ ലിബറലിസം എന്ന് പറയാം. ഹൈപ്പർ ലിബറലിസം ഈ ഒരു ഇൻ്റർസെക്ഷണൽ ഫെമിനിസം വോക്കിസ് കൂടിച്ചേർന്നപ്പോഴാണ് ഉണർവോൾ ഇതൊരു ടോക്സിക് വോക്കിസം എന്നുള്ള രീതിയിലോട്ട് മാറുന്നത്. ടോക്സിക് വോക്ക്നെസ്, അതായത് വോക്കിസം ആയി മാറുന്നതും വോക്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, വോക്കിസ്റ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ പിൽക്കാലത്ത് ഉണ്ടായി വരികയും ചെയ്യുന്നത്. ഇനി
ഇത് എങ്ങനെയാണ് ഒരു വൈറസ് ആവുന്നത്? ഭയങ്കര ഇതെങ്ങനെയാണ് വളരെ അപകടകരമായിട്ടുള്ളൊരു സാധനം, ഒരു വൈറസാണ് ഇതെന്ന് എന്തുകൊണ്ടാണ് അയാൻ ഹിർസി അലി പറഞ്ഞു വെച്ചത്? ഇതിനെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോക്കിസത്തിൻ്റെ വേറൊരു ഡയമെൻഷനും കൂടി മനസ്സിലാക്കാനുണ്ട്. ഈ വോക്കിസത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോക്കിസം ഉണ്ടായി വന്നത് ഇങ്ങനെയാണ്. ഇനി വോക്കിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങളുണ്ട്. വോക്കിസം എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനത്തിന് ഒരു രീതിയിൽ അംഗീകരിക്കാത്ത ആൾക്കാർ, നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ ഒരു കാര്യമാണത്. പിന്നുള്ളത് ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഡെക്കറം ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്ന എക്സ്ട്രീം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതും ഈ രണ്ട് കാര്യങ്ങളാണ് വോക്കിസ്റ്റുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ക്യാരക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോക്കിസ്റ്റുകൾ ഈ യൂറോപ്പിലും യൂറോപ്പിലൊക്കെ കണ്ടുവരുന്ന, ഇപ്പോൾ US അതിനെതിരെ ട്രംപ് നല്ലോണം കളിച്ചു തുടങ്ങിയിട്ടുണ്ട്, വോക്കിസത്തിനെ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത് വേറൊരു ക്രൈറ്റീരിയയും കൂടി ഉണ്ട് ഇതിന്. ക്രിട്ടിക്കൽ തിങ്കിങ്, ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഹൈപ്പർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, perceiving personal grievance as a social grievance, highlighting personal grievance as a social grievance. അതായത് വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ, പ്രശ്നങ്ങൾ അത് സമുദായത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റുന്ന ഒരവസ്ഥ, ഒരു മൊത്തത്തിലുള്ള ഒരു സമുദായത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റുന്ന ഒരവസ്ഥ, മൊത്തത്തിലുള്ളൊരു സമുദായത്തിൻ്റെ വിഷമം, മൊത്തത്തിലുള്ള സമുദായത്തിൻ്റെ സങ്കടമാക്കി മാറ്റുന്നൊരവസ്ഥ. ഇതൊരു വോക്കിസത്തിൻ്റെ ക്രൈറ്റീരിയയാണ്. ഇത് വോക്കിസിൻ്റെ ക്രൈറ്റീരിയയാണ്, വോക്കിസ് മെൻറ്റാലിറ്റിയാണിത്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇസ്ലാം എന്ന് പറയുന്ന സാധനം. യൂറോപ്പിലെ ഇസ്ലാമും വെസ്റ്റിലോട്ട് ഇസ്ലാമിൻ്റെ ആ ഒരു ഇൻഫ്ലക്സ്, അത് ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. നമ്മൾ ഈ ഇസ്ലാമിൽ നമ്മൾ ഇതിനോട് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇസ്ലാമിൻ്റെ ആ ഒരു സംഭവം, വെസ്റ്റിലുള്ള ഇസ്ലാമിൻ്റെ ഒരു കടന്നുകയറ്റം, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇതിന് നമ്മൾ ബുർക്കേൻ്റെ ഹിജാബിൻ്റെയും ഷിഡോറിനും കേസ് എടുക്കാം. സത്യത്തിൽ ഈ നമ്മൾ പറയുമ്പോൾ ഹിജാബ് എന്ന് പറയുമ്പോൾ അതിൽ ബുർക്ക പെടും, ചിഡോറ് പെടും, നിക്കാബ് പെടും. അപ്പോൾ എന്താണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ബുർക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു സ്ത്രീയെ ചാക്കിൻ്റെ ഉള്ളിലാക്കുന്നതാണ്. അതായത് ഒന്നും പുറത്ത് കാണില്ല, കൈയും കാലും ഒന്നും പുറത്ത് കാണില്ല. അത് ഒരു ചാക്കുകെട്ടിൻ്റെ ഉള്ളിൽ സ്ത്രീനെ ആക്കുന്നതിനാണ്, കറുത്ത ചാക്കുകെട്ടിൻ്റെ ഉള്ളിൽ സ്ത്രീനെ ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബുർക്ക എന്ന് പറയും. നിക്കാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് മാത്രം മറച്ചുകൊണ്ട് കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ മറയ്ക്കുന്നതിനെയാണ് നിക്കാബ് എന്ന് പറയുക. ഓക്കെ. ഇനി ചിഡോറുണ്ട്. ചിഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രം കാണിച്ചുകൊണ്ട്, അതായത് ഒരു മുൻമുഖം മാത്രം കാണിച്ചുകൊണ്ട് ബാക്കി ഭാഗത്തിനൊക്കെ മറയ്ക്കുന്നതിനെയാണ് ചിഡോർ എന്ന് പറയുക. ഇനി ഹിജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിഡോറിൻ്റെയും കാട്ടിലും ഒരു കൂടി പ്രോഗ്രസീവായിട്ടുള്ള സാധനമാണ്. അതായത് അവിടെ ചിലപ്പോൾ ഈ ഭാഗം ഒന്നും മറക്കണം എന്നില്ല, ചിലപ്പോൾ ഈ ഭാഗം മറക്കണം എന്നില്ല, ചിലപ്പോൾ ഈ ഭാഗം ഫുള്ള് മറക്കാതിരിക്കുന്നുണ്ടാവും. അങ്ങനെ കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് എന്ത് പറയുക, നമ്മൾ ഹിജാബ് എന്ന് പറയുക. പിന്നെ നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് നിക്കാബും ഹിജാബും ചിഡോറൊക്കെ. മുടി പോയി, അതുകൊണ്ട് ആക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെയാണ് ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഹിജാബ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലുള്ള ഈ സാധനത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അതിൽ നമ്മൾ ഹിജാബ് എന്ന് പറയുമ്പോൾ ചിഡോറ്, നിക്കാബ്, ബുർക്ക ഇതൊക്കെ ആണ് നമ്മൾ എതിർക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ എതിർക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ്. ഇനി ഹിജാബ് റോ വെച്ചിട്ട് നമുക്ക് വോക്കിസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ആ ഒരു നെക്സസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ഹിജാബും നിക്കാബും എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹിജാബ് ബാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു ഡ്രസ്സാണ്, അതൊരു ഇസ്ലാമിക് സിമ്പലാണ് അത് വി ഹാവ് ദി റൈറ്റ് ടു ഡ്രസ്, ഞങ്ങൾക്ക് ആ വസ്ത്രം ഇടാൻ ഞങ്ങൾക്ക് എന്താണ് അവകാശമുണ്ട് എന്ന്, റൈറ്റ് ടു ഡ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുകയാണ്. മുസ്ലിങ്ങൾ, സ്ത്രീകളും മുസ്ലിങ്ങളും, മൊത്തത്തിലുള്ള മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് എന്താണ്
പ്രശ്നം? ഇത് ഈ ഹിജാബും നിക്കാബും റൈറ്റ് ടു ഡ്രസ്സ് എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അത് ഫെമിനിസ്റ്റുകളും ഈ വോക്കിസ്റ്റുകൾ മൊത്തം ഈ വോക്കിസ്റ്റുകളുടെ ഇടയിൽ ശരിക്കും ഹൈപ്പർ ലിബറൽസ് ഉണ്ട്, ഫെമിനിസ്റ്റുകളുണ്ട്, ലിബറൽ മുസ്ലിംസ് ഉണ്ട്, മോഡറേറ്റ് മുസ്ലിംസ് ഉണ്ട്. ശരിക്കും ഇതിൽ മോഡറേറ്റ് മുസ്ലിംസും ലിബറൽ മുസ്ലിംസും സത്യം പറഞ്ഞാൽ ചെന്നായ, അതായത് ആട്ടുംതോല് ധരിച്ചിട്ടുള്ള ചെന്നായ്ക്കളാണ്. അവർ ശരിക്കും വോക്കിസ്റ്റുകളല്ല, പക്ഷേ അവർ വോക്കിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുകയാണ്, വോക്സ്റ്റേഴ്സാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇതിൽ വോക്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഹൈപ്പർ ലിബറൽസും പിന്നെ ഇവരുമാണ്, ആര് പിന്നെ ഫെമിനിസ്റ്റുകളുമാണ്. അവരെ പിന്നെ പറഞ്ഞ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരൊക്കെ ഇതിൽ പെടും, എന്താ LGBT-കാരൊക്കെ ഇതിൽ പെടും. ഓക്കെ, അപ്പോൾ ഇവരാണ് വോക്കിസ്റ്റുകൾ. ഇപ്പോൾ ഇതിൽ വോക്കിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വോക്സ്റ്റേഴ്സ് ഇതിൽ മോഡറേറ്റ് മുസ്ലിംസ്, ലിബറൽ മുസ്ലിംസ് പെടും. ഇപ്പോൾ അവർ പറയുന്നുണ്ടെങ്കിൽ അവർ പെട്ടോട്ടെ, സത്യത്തിൽ ഇവർ ചെന്നായ്ക്കളാണ്, അതുപോലെ കാര്യം. ഓക്കെ, അപ്പോൾ ഇവരെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ ഇത് റൈറ്റ് ടു ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ, ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകൾ, ഹൈപ്പർ ലിബറൽസൊക്കെ ഇതിൽ കയറി ഇടപെടുകയാണ്. അത് അവരുടെ അവകാശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇടപെടുകയാണ്. എന്നിട്ട് അത് ഈ മോഡറേറ്റ് മുസ്ലിംസ്, ഈ ലിബറൽ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കുന്ന പിന്നെ മുസ്ലിം പുരുഷന്മാരും പറയാണ് അതൊരു ഇസ്ലാമിക് സിമ്പലാണ്, അതിനെ എതിർക്കുന്നത് ഞങ്ങളെ മൊത്തത്തിൽ എതിർക്കുന്നതാണ് എന്ന് പറഞ്ഞ് വെക്കുകയാണ്. സത്യത്തിൽ ഇവിടെ പുരുഷന്മാരെ ഏത് രീതിയിലാണ് എതിർക്കുന്നത്? ഇവിടെ പുരുഷന്മാരെ എതിർക്കുന്നില്ല. ഓക്കെ, ഇവിടെ പുരുഷന്മാരെ എതിർക്കുന്നില്ല. പുരുഷന്മാർ ഇതിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫെമിനിസ്റ്റുകളും ഹൈപ്പർ ലിബറൽസും കാര്യം അറിയാതെയാണ് ഈ ഹിജാബ് ബാനൊക്കെ എതിർക്കുന്നത് എന്നുള്ളതാണ്. ഹിജാബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിജാബ്, നിക്കാബ്, ചിഡോർ, ബുർക്ക എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൽ അതൊരു സ്ലേവറിനെയും സ്ലേവ് അല്ലാത്ത സ്ത്രീകളെയും സ്ലേവ്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു സിമ്പലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഹദീസുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാനായ ഉമ്മർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന മഹാനായ ഒരു സ്വഹാബി വര്യൻ, ഒരു പിന്നെ മുഹമ്മദിൻ്റെ പിന്തുണ ചേർന്നിരുന്ന ഫോളോവർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ മാർക്കറ്റിലൂടെ ഹിജാബ് നടന്നിരുന്ന അടിമ സ്ത്രീകളുടെ ഹിജാബ് വലിച്ചൂരിക്കൊണ്ട് ഹൗ ഡെയർ യു മിമിക് എ ഫ്രീ വുമൺ എന്ന് ചോദിച്ചിട്ട് നടന്നിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഹദീസുകൾ. പിന്നെ പോക്കി ജസീം എന്ന് പറയുന്ന ആളുടെ വീഡിയോയിൽ കാണുന്നത് ഞാൻ ലിങ്കായിട്ട് ഇതിൻ്റെ ഒപ്പം ഇടാം. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിജാബ് എന്ന് പറയുന്നത് ചിഡോർ, ബുർക്ക ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സാധനം, ബുർക്ക, നിക്കാബ് ഒക്കെ ഉൾപ്പെടുന്ന അത് സ്വതന്ത്രയായ സ്ത്രീ സ്വതന്ത്രയല്ലാത്ത സ്ത്രീനെ ഡിഫൈൻ ചെയ്യുന്നൊരു സാധനമാണ്. ഒരു ചാസ്റ്റിറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന സാധനമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഇസ്ലാമിൽ. ഇതിന് ഖുറാനിലും ബാക്കിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ ഹദീസ് ഒക്കെ തെറ്റാണ്, ഖുറാൻ നോക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഖുർആനിൽ 60 സൂറത്തുൽ തഹരീം 1-5 അതിൽ പുരുഷന്മാർക്ക് പിന്നെ വെപ്പാട്ടികളെ വെക്കാമെന്ന് പറയുന്നുണ്ട്. ആ വെപ്പാട്ടികൾ അടിമ സ്ത്രീകളാണ്. അടിമ സ്ത്രീകൾക്ക് ഹിജാബ് പാടില്ല എന്നല്ല തഫ്സീറുകൾ, അതിന് എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇനി അൽ അഹ്സാബ് എന്ന് പറയുന്ന സൂറത്തുണ്ട് ഖുറാനിൽ, അതിലെ 32-ാമത്തെ 33-ാമത്തെ വചനങ്ങളിൽ പറയുന്നുണ്ട്, ഹേ സ്ത്രീകളെ, അതായത് പിന്നെ ഉമ്മുൽ മുഅ്മിനൂൻ, അതായത് ഈ മുസ്ലിം സ്ത്രീകളിൽ മുസ്ലിങ്ങൾക്ക് പിന്നെ സ്ത്രീകളെ പ്രവാചകന്മാരായിട്ടില്ലാത്തത് കൊണ്ട് മുസ്ലിം സ്ത്രീകളോട് പ്രവാചകൻ്റെ പത്നിമാരെ നോക്കിയിട്ടാണ് പിന്നെ ഉദാഹരണം അവരെ നോക്കി പഠിക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ പത്നിമാരോട് ഖുറാൻ പറയണത് 32-33 വചനത്തിൽ, ഹേ പത്നിമാരെ, ഹേ പ്രവാചകൻ്റെ ഭാര്യമാരെ, നിങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുക. നിങ്ങൾ ആൾക്കാരാരെങ്കിലും നിങ്ങളെ വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മറയൻ്റെ ബാക്കിൽ നിന്ന്, കർട്ടൻ്റെ ബാക്കിൽ നിന്ന് സംസാരിക്കുക. നിങ്ങൾ ശബ്ദം താഴ്ത്തുക. നിങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. ഏതുപോലെ? പണ്ടുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടം പോലെ. അതായത് ഇസ്ലാം വരുന്നവരെ അവിടെ സ്ത്രീകൾ മുന്നിൽ നിന്നിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ. എന്നാൽ ഖദീജ മരിച്ചതിന് ശേഷമാണ് ഈ ആയത്തുകളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്ന ജോലിയിൽ പിന്നെ വിദ്യാഭ്യാസം പഠിക്കുന്നതും വിദ്യ അഭ്യസിക്കുന്നതും ജോലിയിൽ ഏർപ്പെടുന്നതും സ്വന്തം കാലം നിൽക്കുന്നതൊക്കെ ഹറാമാണ്. എന്നിട്ട് ഇവർ പറയുകയാണ് അതൊക്കെ ഹറാമാണ്, അതൊക്കെ ജാഹിലിയത്താണ്, അതൊക്കെ അന്ധകാരമാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യരുത്, നിങ്ങൾ പുറത്തിറങ്ങരുത്, വീട്ടിലിരിക്കണം
സെറ്റിൽ ഇൻ ഹോംസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതാണ് എന്ത്? ഇസ്ലാം. അപ്പോൾ ഇതാണ് ഹിജാബ്. അപ്പോൾ ഇതാണ് ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഹിജാബ്, ചിഡോർ. ദിസ് എ സിമ്പിൾ, ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ചാസ്റ്റിറ്റി. അതായത് വെർജിനിറ്റിന് ചാസ്റ്റിറ്റിൻ്റെ ഒരു സിമ്പിളായിട്ടാണ്. സ്ലേവറി, ആരാണ് സ്ലേവ്, ആരാണ് മുസ്ലിം സ്ലേവ്, ആരാണ് ഫീമെയിൽ സ്ലേവ്, ആരാണ് ഫ്രീ വുമൺ എന്ന് കാണിക്കുന്ന സാധനമാണ് എന്ത്? നിക്കാബ്, ഹിജാബ്, ചിഡോർ, ബുർക്കൊക്കെ. അതായത് മൊത്തത്തിൽ ഒരു ഹിജാബ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന സാധനം. അപ്പോൾ ആ ഒരു സിംബോളിസത്തിനെയാണ് എക്സ് മുസ്ലിംസും ബാക്കിയുള്ളവരും എതിർക്കുന്നത്, അത്തൈസ്റ്റുകളും പലരും എതിർക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എതിർക്കുമ്പോൾ ഈ ഒരു സിംബോളിസത്തിനെ, സ്ത്രീൻ്റെ ഒരു സ്ലേവ്, ഒരു ചാസ്റ്റിറ്റി, ഒരു മുസ്ലിമിൻ്റെ ഒരു മുസ്ലിം പുരുഷൻ്റെ ഒബ്ജക്റ്റ് മാത്രമാണെന്ന് കണക്കാക്കുന്ന ആ ഒരു സിംബോളിസത്തിനെ നമ്മൾ എതിർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളിതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊരു റൈറ്റ് ടു ഡ്രസ്സിൻ്റെ വിഷയമല്ല. ഇതൊരു ഇസ്ലാമിൻ്റെ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വൈറസിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ സ്ത്രീകളെ അനുഭവിക്കുന്ന, സ്ത്രീകളെ പിടിച്ചിരുത്താൻ ഉപയോഗിക്കുന്ന സിമ്പലാണ് എന്ത്? ഹിജാബ്. അതൊരു റൈറ്റ് ടു ഡ്രസ്സിൻ്റെ സിമ്പലല്ല. അത് ഇസ്ലാമിക പുരുഷന്മാർ പറയുന്ന പോലെ തന്നെ ഇസ്ലാം സ്ത്രീകളെ ഒരു അടിമയായിട്ട് കണക്കാക്കുന്നതിൻ്റെ സിമ്പലാണ് ഹിജാബ് എന്ന് പറയുന്ന സാധനം. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ പറയുകയാണ് ഇത് റൈറ്റ് ടു ഡ്രസ്സാണെന്ന് പറയുമ്പോൾ, അപ്പോൾ സ്ത്രീകളത് പറയും റൈറ്റ് ടു ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ തന്നെ പറയും. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അത് അവരുടെ ഇൻഡോക്ട്രിനേഷൻ കാരണമാണ്. ചെറുപ്പം തൊട്ടേ ഈ കുത്തിവെച്ചിട്ടുള്ള മതത്തിൻ്റെ വിഷം കൊണ്ടാണ് അവരത് പറയുന്നത്, അവർ മനസ്സിലാക്കുന്നത്. ഇതിലോട്ട് എന്തിനാണ് പുരുഷന്മാർ കയറി വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിൽ പുരുഷന്മാർ പറയാണ് ഹിജാബിനെയും ബുർക്കേനെയും ചിഡോറിനെയും നിങ്ങൾ എതിർക്കുമ്പോൾ അത് ഇസ്ലാമിനെ നിങ്ങൾ എതിർക്കുകയാണ്. ഒബ്വിയസ്ലി വി ആർ എഗെയിൻസ്റ്റ് ഇസ്ലാമിക് അജണ്ട, ഇസ്ലാമിക് വൈറസ്. അതായത് ഇസ്ലാമിൻ്റെ ആ ഒരു സിംബോളിസത്തിനെ നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെ എതിർക്കും. അപ്പോൾ നിങ്ങൾ ഈ മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരും ലിബറൽ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാർ ഇതിനെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അടിമകളാണോ? ആണോ? എന്നിട്ട് ഇവിടെ സംസാരിക്കാൻ തന്നെ അധികാരമുള്ളത് സ്ത്രീകൾക്കാണ്. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സ്ത്രീകൾക്കാണെങ്കിൽ ഇത് അറിയാത്തത് കൊണ്ടാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്ത്രീകളോട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നതൊക്കെ പറയുമ്പോൾ, കാന്തപുരത്തിനെ പോലത്തെ ആൾക്കാർ പറയുമ്പോൾ, എന്നിട്ട് ഞങ്ങൾ ഹിജാബിനെ ചിഡോറിനൊക്കെ എതിർക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് വന്ന് സംസാരിക്കുന്നത്? എന്നിട്ട് ഈ മുസ്ലിം പുരുഷന്മാർ ഇതിനെ ഇത് പറഞ്ഞിട്ട് പറയുമ്പോൾ ഫെമിനിസ്റ്റുകളും ഹൈപ്പർ ലിബറൽസും ആയിട്ടുള്ള ആൾക്കാർ, ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളും ആയിട്ടുള്ള LGBT-കാരൊക്കെ എന്തിനാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആദ്യം ഹിജാബ് എന്താണെന്ന് പഠിക്കണം. അത് പഠിച്ചിട്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് ഒരു സിമ്പൽ, ഹിജാബ് എന്നുള്ള ആ ഇസ്ലാമിക് സിമ്പലിൻ്റെ ഒപ്രസീവായിട്ടുള്ള ആ സാധനത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇതിൽ റൈറ്റ് ടു ഡ്രസ് അല്ല, ദിസ് ഇസ് നോട്ട് എ ഡ്രസ്, ഇറ്റ്സ് എ ചാസ്റ്റിറ്റി ബെൽറ്റ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ സ്ത്രീകൾ അത് മനസ്സിലാക്കുന്നില്ല. മുസ്ലിം സ്ത്രീകളത് മനസ്സിലാക്കാൻ ഈ പുരുഷന്മാർ അവരെ വീട്ടിനുള്ളിൽ കെട്ടിട്ടുകൊണ്ട് അവരെ മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങളെ സ്ത്രീകൾ ഇങ്ങനെ നടക്കുള്ളൂ എന്നിട്ട് പുരുഷന്മാരാണ് പറയുന്നത് ഞങ്ങളെ സ്ത്രീകൾ ഇങ്ങനെ നടക്കേണ്ടത്, സ്ത്രീകൾ ഇങ്ങനെ നടക്കുള്ളൂ എന്ന്. എന്നിട്ട് അവരെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരെ ഈ ഇൻഡോക്ട്രിനേഷൻ ചെയ്ത് കുത്തിവെച്ചത് കൊണ്ട് അവരിലെ കുറച്ച് സ്ത്രീകൾ ഇത് പറയും, ഇതിങ്ങനെയാണെന്ന് പറയും. ബാക്കിയുള്ള സ്ത്രീകളോട് സംസാരിക്കാനും ബാക്കിയുള്ള സ്ത്രീകൾ പറഞ്ഞു കൊടുക്കാനും സമ്മതിക്കുന്നില്ല. എന്നിട്ട് പുരുഷന്മാരാണ് പറയുന്നത്, മുസ്ലിം പുരുഷന്മാരാണ് പറയുന്നത് ഇത് ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കുകയാണ്, ഞങ്ങൾ ഇസ്ലാമിൻ്റെ സിമ്പലിനെ എതിർക്കുകയാണ്. ആ ചാസ്റ്റിറ്റി, ആ സ്ലേവറി എന്നുള്ള സിമ്പലിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും, അതിനെയാണ് എതിർക്കുന്നത്. അപ്പോൾ അതിനെ എതിർക്കേണ്ട എന്ന് പറയാൻ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ മുസ്ലിം പുരുഷന്മാർക്ക് എന്താ അവകാശമാണുള്ളത്? എന്നിട്ട് ഇതിനെന്തിനാണ് ഹൈപ്പർ ലിബറൽസും ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളും ഇതിനെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഈ പുരുഷന്മാരെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ, ലിബറൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം സ്ത്രീൻ്റെ റൈറ്റിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ മുസ്ലിം സ്ത്രീൻ്റെ റൈറ്റ് എന്താണ് അവർക്ക് അറിയാത്തത്? അവർ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട്, അവരെ പേടിപ്പിച്ച് വെച്ചതുകൊണ്ട്, ഇസ്ലാം ഗ്യാസ്ലൈറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട്. ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഖുറാൻ ഈസ് നത്തിങ് ബട്ട് ആർ സുപ്രമസിസ്റ്റ് കൾട്ട്. അത് വിശ്വാസിനികളെയും മുസ്ലിങ്ങളെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഗ്യാസ്ലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്, പേടി വെച്ചിട്ട് സ്വർഗ്ഗം നരകം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ക്യാൻസൽ ചെയ്യാണ് ഈ മോഡറേറ്റ് മുസ്ലിംസും ലിബറൽ മുസ്ലിംസും
പിന്നെ ചെന്നായ്ക്കളായതുകൊണ്ട് അവർ ഇതിനെ എതിർക്കും. എന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹൈപ്പർ ലിബറൽസും ഫെമിനിസ്റ്റുകളും ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകൾ എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നിട്ട് എന്തിനാണ് ഈ മോഡറേറ്റ് മുസ്ലിംസ്, സോ കോൾഡ് മോഡറേറ്റ് മുസ്ലിംസ്, ലിബറൽ മുസ്ലിംസ്, ഇപ്പോൾ എക്സ്ട്രീം മുസ്ലിംസിനൊക്കെ ഇവർ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഹൈപ്പർ ലിബറൽസ്, അതായത് വോക്കിസ്റ്റ്സ്. ഹൈപ്പർ ലിബറൽസ് ആണ് വോക്കിസ്റ്റ്സ്. ഈ ഹൈപ്പർ ലിബറൽ കാറ്റഗറി പെടുന്ന ആൾക്കാർ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളും പിന്നെ അതുകൂടാതെ തന്നെ അതിൽ പെടാതെ കുറേ ഹൈപ്പർ ലിബറൽസ് ഉണ്ട്. ഇവരൊക്കെയാണ് അതായത് LGBT ഹൈപ്പർ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റ്സ്. ഇവരൊക്കെയാണ് നമ്മൾ വോക്കിസ്റ്റുകൾ എന്ന് വിളിക്കുക. അതായത് ഒരു മുസ്ലിം സ്ത്രീൻ്റെ പേഴ്സണൽ ഗ്രീവൻസിനെ കരുവാക്കിക്കൊണ്ട് അതിനെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാക്കുന്ന ഒരവസ്ഥ. ഒരു മുസ്ലിം സ്ത്രീ പുറത്തിറങ്ങിയിട്ട് അടിച്ചമർത്തപ്പെടുന്നത് ആ മുസ്ലിം സ്ത്രീൻ്റെ ബുർക്ക കൊണ്ടാണ്. അത് ആ മുസ്ലിം സ്ത്രീൻ്റെ പേഴ്സണൽ ഗ്രീവൻസാണ്. അത് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിങ്ങനെയാണ് മോള്, ഇതിങ്ങനെയാണ് കുട്ടി, ഇത് ഇസ്ലാമിൻ്റെ ഒരു ചാസ്റ്റിറ്റി ബെൽറ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുത്തെ മുസ്ലിം പുരുഷന്മാർ പറയാണ്, നിങ്ങൾക്ക് പിന്നെ നീ എന്തിനാണ് ഞങ്ങളെ സ്ത്രീനോട് സംസാരിക്കുന്നത്, സ്ത്രീയും പുരുഷനും. അപ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കാതെ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലിയും ഒക്കെ തടഞ്ഞു വെക്കുകയും എന്നിട്ട് ഇങ്ങനെ പറയുന്ന നമ്മളെ ഇങ്ങനെ പറയുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോൾ അവരെ ഈ മുസ്ലിങ്ങളൊക്കെ കൂടി പൂട്ടിയിടുകയാണ്. മുസ്ലിം സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർ പൂട്ടിയിടുകയും നമ്മളിത് പറഞ്ഞു നടക്കുമ്പോൾ ഇത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പുരുഷന്മാർ പറഞ്ഞു വെക്കുക. എന്നിട്ട് അവരുടെ പോൺസായിട്ടുള്ള ചില സ്ത്രീകളെയും വെച്ചിട്ട് ഇത് പറയുകയാണ്. എന്നിട്ട് ഹൈപ്പർ ലിബറൽസും ഈ ഹൈപ്പർ ലിബറൽസ് ആയിട്ടുള്ള, അതായത് മൊത്തത്തിലുള്ള ഒരു ലോബി, വോക്സ്റ്റേഴ്സ്, അവരിതിനെ സപ്പോർട്ട് ചെയ്തിട്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്നിട്ട് നമ്മളിതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുകയാണ്. ഇതാണ് പ്രശ്നം. ഇതാണ് വോക്കിസത്തിൻ്റെ പ്രശ്നം. ഇതുകൊണ്ടാണ് വോക്കിസം ഒരു വൈറസായി മാറുന്നത്. അതായത് ഒരു പേഴ്സണൽ ഗ്രീവൻസിന്, ഒരു വ്യക്തിപരമായിട്ടുള്ള സങ്കടത്തിന് ഒരു സൊസൈറ്റൽ ഗ്രീവൻസാക്കി മാറ്റുക. ഇവിടെ മുസ്ലിം പുരുഷന്മാർ ഏറ്റവും കൂടുതൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മുസ്ലിം പുരുഷന്മാരെന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. സൊസൈറ്റിയിലുള്ള ആൾക്കാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ആൾക്കാർ തന്നെയാണ് മുസ്ലിം സ്ത്രീകളെന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സിമ്പലാണ് ഹിജാബും ഷിഡോറൊക്കെ. അതിനെ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ, മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസിക്കാൻ വിടാതെ പിടിച്ചു വെക്കുമ്പോൾ, അതിനെ നമ്മൾ എതിർക്കുമ്പോൾ, എന്തിനാണ് ഈ മോഡറേറ്റ് മുസ്ലിംസ്, ലിബറൽ മുസ്ലിംസ് എന്ന് പറയുന്ന കപടന്മാരൊപ്പം ഈ മോഡറേറ്റ് മുസ്ലിംസും ലിബറൽ മുസ്ലിംസും ഒക്കെ പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് എലിമെൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യും? കാരണം ഇതൊക്കെ ഇസ്ലാമാണ്. എന്നിട്ട് ഈ മോഡറേറ്റ് മുസ്ലിം, എക്സ്ട്രീം മുസ്ലിംസിനൊക്കെ ഈ ഒപ്പം നിൽക്കുന്ന ഈ എക്സ്ട്രീം മുസ്ലിംസിനെയും എന്തിനാണ് ഈ വോക്കിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, റൈറ്റ് ടു ഡ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇതൊരു മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമല്ല, ഇത് മുസ്ലിം സ്ത്രീൻ്റെ പ്രശ്നമാണ്. അവൾ പറയട്ടെ അവളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അവളെ പറയാൻ മുസ്ലിങ്ങൾ സമ്മതിക്കുന്നുമില്ല. ഇവിടുത്തെ ഫണ്ടമെൻ്റൽ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ, എക്സ് മുസ്ലിംസും ബാക്കിയുള്ളവരും നോക്കുമ്പോൾ, മുർത്തദുകൾ നോക്കുമ്പോൾ, നമ്മളെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലോട്ട് ഈ ടോക്സിക് മുസ്ലിം എലിമെൻസിനെ, ഇസ്ലാമിക് എലിമെൻസിനെ ഈ വോക്കിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ വിക്ടം കാർഡ് കളിക്കുന്നതിൽ, എന്നിട്ട് ഇവിടെ വിക്ടം കാർഡ് ശരിക്കും ഇവിടെ വിക്ടം സ്ത്രീകളാണ്. എന്നിട്ട് ഇവിടെ വിക്ടം കാർഡ് കളിക്കുന്ന ആരാണ്? മുസ്ലിം പുരുഷന്മാരും. ഞങ്ങളുടെ സിമ്പലിനെ, ഞങ്ങളുടെ മതത്തിനെ അവർ എതിർക്കുന്നു, ഞങ്ങൾ മുസ്ലിമായിട്ട് എതിർക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിമായതുകൊണ്ടല്ല എതിർക്കുന്നത്, ആ വസ്ത്രത്തിനെയാണ് എതിർക്കുന്നത്. ആ വസ്ത്രം അത് വസ്ത്രമല്ല, അതൊരു ചാസ്റ്റിറ്റി ബെൽറ്റ് ആയതുകൊണ്ടാണ് എതിർക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളാണ്, മുസ്ലിം സ്ത്രീകളാണ്, മുസ്ലിം പുരുഷന്മാരല്ല. എന്നിട്ട് മുസ്ലിം പുരുഷന്മാരെ ഞങ്ങളെ അടിച്ചമർത്തുന്ന മുസ്ലിമായതുകൊണ്ടെന്ന് പറയുകയും എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ആര്? പിന്നെ ഈ വോക്കിസ്റ്റുകൾ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതുകൊണ്ടാണ് അയാൻ ഹിർസി അലി പറയുന്നത്, എന്തുകൊണ്ട്
ഇസ്ലാം വൈറസാണ്, അത് വേറെ. ഇതുകൊണ്ടാണ് പിന്നെ അയനർസി പറയുന്നത് വോക്കിസം എന്നുള്ളതൊരു വൈറസാണ്, നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത്. കാരണം എന്നിട്ട് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ടോളറൻസ് ഓഫ് ഇൻടോളറൻസ് ഈസ് കവഡൈസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വിമർശനാത്മകമായിട്ട് കാണാൻ വേണ്ടി വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പിന്നെ ഇതിന് വിമർശനാത്മക ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാതെ ബേസിക് ഫണ്ടമെൻ്റൽ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാതെ അതിനെ പെരിഫറി മാത്രം കണ്ടുകൊണ്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വോക്കിസ്റ്റുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് നമ്മൾ മുർത്തദുകൾ, എക്സ് മുസ്ലിംസുകൾ, ബാക്കിയുള്ളവരും ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോബ്ലത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാൻസൽ ചെയ്യുക, നമ്മൾ ഈ വോക്കിസ്റ്റുകൾ ക്യാൻസൽ ചെയ്യുകയും നമ്മളെ എല്ലാ രീതിയിലും നമ്മളാണ് പിന്നെ റേസിസ്റ്റുകൾ, നമ്മളാണ് ഇസ്ലാമോഫോബിക്, നമ്മളാണ് റേസിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ്സിനെ ആണെങ്കിൽ റേസിസ്റ്റുകളെന്ന് വിളിക്കും, ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ റൈറ്റ് വിങ് എന്ന് വിളിക്കും, US അല്ല ട്രംപ്സ്റ്റേഴ്സ് എന്ന് വിളിക്കും, കേരളത്തിലോ പിന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സംഘികൾ എന്ന് വിളിക്കും. ഇതാണ് വോക്കിസ്റ്റ് അജണ്ട, ഇതാണ് വോക്കിസത്തിൻ്റെ പ്രശ്നം, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് ഇന്നിപ്പോൾ US ട്രംപിനെ പോലെ ഒരാൾ ഉയർന്നു വരുന്നതും, ഇത് ആൾക്കാർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ട്രംപിനെ പോലത്തെ ഒരാൾ ഉയർന്നു വരുന്നതും. യൂറോപ്പിൽ ഇപ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വോക്കിസത്തിന്. അത് നമ്മുടെ ഈ ട്രംപ് വിജയിച്ചതിന് ശേഷം 2-3 ദിവസം മുന്നേ അയാനിർസിയാലി ട്വിറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, US ഇതിനെതിരെ വോക്ക് വൈറസിനെതിരെയുള്ള പിന്നെ നടപടികൾ തുടങ്ങി, വോക്ക് വൈറസിനെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ വന്നു, യൂറോപ്പിൽ ഇനിയും വന്നിട്ടില്ല, ഇനി എപ്പോൾ വരും എന്നാണ് ചോദിക്കുന്നത്. യൂറോപ്പിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, പോളണ്ടിലും പല സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ. പക്ഷേ UK-യും വേറെ പല സ്ഥലങ്ങളും ഇപ്പോഴും പ്രശ്നത്തിലാണ്. വോക്കിസത്തിൻ്റെ വൈറസ് ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഇവിടെ കയറിയിട്ട് പിന്നെ തീവ്രവാദം നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ പതുക്കെയാണ്. UK-യിലേക്ക് വളരെ മോശമാണ്. ജർമ്മനിയിലും ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ, വോക്കിസം കൊണ്ട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ മാറി വരുന്നുണ്ട്, ജനങ്ങൾ മാറി വരുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും, യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, മാറി വരുന്നുണ്ട്. ഇതാണ് പ്രശ്നം. US-ലെ പോലെ ഇവിടെ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. വോക്ക് വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ തിരുമ്പി സന്ധിക്കും വരയ്ക്കും. അപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് കേൾക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് ബാക്കിയുള്ളവർ എന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണിത്. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് നല്ലതാണ്, അറിയേണ്ടതാണ്, ആൾക്കാർ അറിയേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ തിരുമ്പി സന്ധിക്കുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം.